എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം പിതൃദിനം ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ പിതാക്കന്മാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു കുടുംബത്തിൽ പിതാവിൻ്റെ സ്ഥാനം വളരെ വിലപ്പെട്ടതാണ്. ഒരു വീടിൻ്റെ ശക്തമായ തൂണുകളിൽ ഒന്നാണ് പിതാവ്. പലപ്പോഴും പിതാക്കന്മാർ അവരുടെ സ്നേഹം മക്കളോട് പ്രകടിപ്പിക്കാറില്ല. എന്നാൽ അവരുടെ ത്യാഗവും കഠിനാധ്വാനവും കരുതലുമാണ് ആ സ്നേഹം പ്രകടമാകുന്നത്. ബൈബിളിൽ നാം വായിക്കുന്നു, പിതാവ് മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ യഹോവ തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. ഈ വാക്യം ഒരു നല്ല പിതാവിൻ്റെ ഹൃദയത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നു. ഒരു പിതാവ് തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവവും നമ്മെ സ്നേഹിക്കുന്നു. ഇന്ന് ഒരു ദൈവഭക്തനായ പിതാവിൻ്റെ 3 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം, ഒരു ദൈവഭക്തനായ പിതാവ് പ്രാർത്ഥിക്കുന്ന പിതാവാണ്. ഒരു പിതാവിന് തൻ്റെ മക്കൾക്കായി നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് പ്രാർത്ഥന. പണം, സ്വത്ത്, വിദ്യാഭ്യാസം എന്നിവ പ്രധാനമാണ്. എന്നാൽ ഒരു പിതാവിൻ്റെ പ്രാർത്ഥന മക്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. രണ്ടാമതായി, ഒരു ദൈവഭക്തനായ പിതാവ് മാതൃക കാണിക്കുന്ന പിതാവാണ്. മക്കൾ പിതാവിൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. പിതാവ് സത്യസന്ധതയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുമ്പോൾ മക്കളും അത് പഠിക്കുന്നു. മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, പിതാവ് വളരെ സ്നേഹനിധിയായിരിക്കണം. ചില പിതാക്കന്മാർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നു പോകാറുണ്ട്. എന്നാൽ മക്കൾക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളിൽ ഒന്നാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. ഈ ചെറിയ വാക്കുകൾ മക്കളുടെ ഹൃദയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഒരു ചെറിയ കഥ പറയാം. ഒരു മകൻ തൻ്റെ പിതാവിനോട് ചോദിച്ചു, അപ്പാ, നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സമ്മാനമായി എന്താണ് തന്നത്? പിതാവ് കുറച്ചുനേരം ആലോചിച്ചു. മകൻ തന്നെ മറുപടി നൽകി, അപ്പാ, നിങ്ങൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയമായിരുന്നു. സുഹൃത്തുക്കളെ, മക്കൾക്ക് എല്ലായ്പ്പോഴും വില കൂടിയ സമ്മാനങ്ങൾ ആവശ്യമില്ല. അവർക്കാവശ്യമുള്ളത് അവരുടെ കൂടെയുള്ള സമയം ചെലവഴിക്കാനുള്ള ഒരു പിതാവിനെയാണ്. ഇന്ന് പിതൃദിനത്തിൽ എല്ലാ പിതാക്കന്മാരുടെയും നമുക്ക് ആദരിക്കാം. അവർ കുടുംബത്തിനു വേണ്ടി നടത്തിയ ത്യാഗങ്ങൾ ഓർക്കാം. കൂടാതെ സ്വർഗീയ പിതാവായ ദൈവത്തിന് നന്ദി പറയാം. അവസാനമായി സദൃശവാക്യങ്ങൾ 20:7 നമുക്ക് ഓർക്കാം. നീതിമാൻ തൻ്റെ പരമാർത്ഥതയിൽ നടക്കുന്നു, അവൻ്റെ ശേഷം അവൻ്റെ മക്കൾ ഭാഗ്യവാന്മാർ. ഒരു ദൈവഭക്തനായ പിതാവിൻ്റെ ജീവിതം തലമുറകളെ അനുഗ്രഹിക്കാൻ കഴിയും. ഒരിക്കൽ കൂടി എല്ലാ പിതാക്കന്മാർക്കും പിതൃദിനാശംസകളേകുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അതിസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.